ബാംഗ്ലൂരുണ്ടല്ലേ, അതും വെളുപ്പിന് കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. 6:45 സൺറൈസ് കേട്ടോ. രാവിലെ വണ്ടി ഒഴിച്ചു വന്നിട്ട് അല്ലേ, ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ഹലോ നമസ്കാരം. സമയം രാവിലെ 4 മണി. അപ്പോൾ ബാംഗ്ലൂരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, അതായത് മീശപ്പുലിമലയിലെ മഞ്ഞ് പെയ്യുന്ന പോലെ അത്രയും സുന്ദരമായ കാഴ്ചകൾ കിട്ടുന്ന നന്ദി ഹിൽസിലേക്ക് യാത്ര പോവുകയാണ്. അതും ബൈക്കിൽ. കിടലൊരു യാത്രയും നന്ദി ഹിൽസിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോക്കകത്തുള്ളത്. ഞാൻ മാത്രമല്ല, ആൽബിനും ഉണ്ട്. അപ്പോൾ നേരെ നന്ദി ഹിൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൽബിനോടൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. അങ്ങനെ ജോണി വാക്കറിലെ പാട്ടൊക്കെ പാടി നമ്മൾ നേരെ നന്ദി ഹിൽസിലോട്ട് കേട്ടോ. അതായത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് 61 കിലോമീറ്റർ ദൂരമുണ്ട് നന്ദി ഹിൽസിലേക്ക്. ബാംഗ്ലൂരിൻ്റെ ജീവവായു എന്നൊക്കെ അറിയപ്പെടുന്ന, അതായത് തിരക്കിൻ്റെ അകത്ത് ഈ വാഹനങ്ങളുടെ പുകകളും ഒന്നുമില്ലാതെ അതിസുന്ദരമായ ഒരു കാഴ്ചയും ഒരു നല്ലൊരു യാത്രയും സമ്മാനിക്കുന്ന മനോഹരമായ സ്ഥലം. അപ്പോൾ രാവിലെ നമ്മളൊരു ചായ കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ. കടയിലൊക്കെ ഫ്രണ്ടിൽ ടീയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തണുപ്പൊക്കെ മാറ്റിയാണ് പോകുന്നത്. ഇവിടെ ഈ പോകുന്ന ബൈക്ക് മൊത്തം നന്ദി ഹിൽസിലോട്ടാണ് കേട്ടോ. ഓൾറെഡി അവിടെ ട്രാഫിക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദ് റൂട്ടിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് നന്ദി ഹിൽസിൻ്റെ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. നേരെ പോയ ഹൈദരാബാദാണ്, ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടാണ്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ നന്ദി ഹിൽസിലോട്ട്. അപ്പോൾ ഈ പോകുന്ന വണ്ടികൾ ഒരു സംശയം വേണ്ട, എല്ലാം നന്ദി ഹിൽസിലേക്കാണ് കേട്ടോ. 4 മണിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഇതായിരുന്നു, ട്രാഫിക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാം. ഇന്ന് വീക്കെൻഡാണ്, അതിൻ്റേതായിട്ടുള്ള എല്ലാ തിരക്കും കാണും. വരുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്ന കടകളാണ് കേട്ടോ. കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇവിടെ പെട്ടുകിടക്കേണ്ടി വരും കേട്ടോ. ബൈക്ക് മാത്രമാണ് ആദ്യം വിടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് കാറുകൾ വിടുന്നത്. അപ്പോൾ കാറിൽ വരുവാണെങ്കിൽ നമ്മളിവിടെ പോസ്റ്റാവും. ചെക്ക് പോസ്റ്റ് ഇത് കഴിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ലേ? കഴിഞ്ഞും കുഴപ്പമില്ല. ഇതുവരെ പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ട നന്ദി ഹിൽസിലേക്കുള്ള യാത്ര. മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. കുറച്ച് വാഹനങ്ങൾ, കാർ നമ്മൾ കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ കാറുകൾ മാത്രമാണ് കിടക്കുന്നത്. ബാക്കി മൊത്തം ബൈക്കാണ് കേട്ടോ. ഒരു ന്യായം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ക്രൗഡാണ് കേട്ടോ ഞായറാഴ്ചകളിൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും ബൈക്ക് തന്നെ എടുത്തുകൊണ്ട് വരിക. ബൈക്കിന് പാർക്കിങ് തപ്പിയുള്ള ഓട്ടമാണ് ഇത് മൊത്തം നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഏറ്റവും മുന്നിലുള്ള ഒരു കടമ്പാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സാധാരണഗതിയിലാണ് നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പിലാണ്. പക്ഷേ രാവിലെയൊക്കെ നമുക്ക് ഇതുപോലെ കൗണ്ടറിൽ നിന്ന് മാത്രമേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് ബൈക്ക് ഒരു സാഗരം തന്നെയുണ്ട്. ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അതിലും കഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത്. ഇത്ര ആൾക്കാർ ബാംഗ്ലൂരുണ്ടല്ലേ, അതും വെളുപ്പിന്. കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. 6:45 സൺറൈസ് കേട്ടോ. ഇങ്ങോട്ട് പോവാ. വാ, കയറി വരുമ്പോൾ തന്നെ ഒരു പീരങ്കി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇതുപോലെ ഒരു ബസ് കിട്ടും. ആ ബസ്സിൽ നമുക്ക് മുകളിലോട്ട് പോകാം കേട്ടോ. ഇത് ഗവൺമെൻറ് ഓഫ് കർണാടകയുടെ വണ്ടിയാണ് കേട്ടോ. ഇവിടുന്ന് ഒരാൾക്ക് 25 രൂപയാണ് മുകളിലേക്ക്. 1 കിലോമീറ്ററാണ് ദൂരം. വേണമെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്ത് മേലെ കയറിപ്പോ, അല്ലെങ്കിൽ നമുക്ക് ഈ ബസ്സിൽ പോകാം.
വാവ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേണ്ട നന്ദി ഹിൽസിൽ പുതുതായിട്ട് നിർമ്മിച്ച വാച്ച് ടവറിലേക്ക് നമ്മൾ നടന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി ആൾക്കാർ അതിൻ്റെ മെയിൻ പോയിന്റുകളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ല വിഷ്വൽ കിട്ടുന്നത്. ഇത് മനോഹരമായിട്ട് തന്നെ റൗണ്ട് രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാച്ച് ടവറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ നിന്നിട്ട് നമുക്ക് സൺറൈസ് കാണാം. മനോഹരമായ ക്ലൈമറ്റ് കേട്ടോ, മൊത്തം മഞ്ഞിൽ മൂടി നിൽക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ വലിയ അങ്ങനെ തണുപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ മുകളിലൊക്കെ ഏതാണ്ട് അവിടെ നമുക്കൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൺറൈസ് കാണാൻ വേണ്ടി. അപ്പോൾ തന്നെ നമ്മൾ താഴോട്ട് പോകണം. അവിടെ ഭയങ്കര രക്ഷമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ താഴെ ആൾക്കാർ കയറി വരുമ്പോൾ താഴെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നിന്നുകൊണ്ട് നമുക്ക് സൺറൈസ് കാണണം. നന്ദി ഹിൽസിലെ മനോഹരമായ സൺറൈസ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇത് മൊത്തം കേട്ടോ. പക്ഷേ ഈ മഞ്ഞത്ത് സൂര്യനെ കാണാൻ പറ്റുന്നുള്ള അങ്ങ് ദൂരെ എന്തൊക്കെയോ വരുന്നുണ്ട്. 6:45 15 മിനിറ്റൂടെയാണ് സൺറൈസിനുള്ള സമയം. വാവ്, സൂര്യൻ വരെ ഞെട്ടിപ്പോലോ അല്ലേ. അങ്ങ് ദൂരെ നമുക്ക് സൺറൈസ് കാണാം കേട്ടോ. അതൊക്കെ സൺറൈസ് എല്ലാം കണ്ടോ. മനോഹരം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സൺറൈസ് ആയിരുന്നു. ഇത്രയും വലിയൊരു ഗാലറിയുടെ ആൾക്കാരെ കൂടെ നിന്നിട്ട് ആ സൺറൈസ്, പിന്നെ മഞ്ഞ് നമ്മുടെ മീശപ്പുലിമലയെ കാണുന്ന പോലത്തെ മഞ്ഞ് കൂടാരം എല്ലാം കണ്ടിട്ട് അടിപൊളി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് കേട്ടോ. ഇതിവിടുത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ. ഇവിടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നിന്ന് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഈ സൺറൈസ് കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു സൺറൈസ് അല്ലേ? ക്രൗഡ്. പിന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യന് 5 പൈസ വിലയിലുണ്ടോ? ആ ഉദിച്ച് വരുന്നിടം വരെ പൊന്നിന്റെ വിലയാണ്. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തിട്ട് അതിനിടയ്ക്ക് ആ മഞ്ഞും അല്ലേ, ആ ഒരു മിനിറ്റത്തെ കാഴ്ചക്കാണ് ആൾക്കാർ ഓടിയെത്തുന്നത്. പക്ഷേ അത് കിട്ടുന്ന ഒരു അല്ലേ പ്രത്യേക ഒരുപാട് മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മള് നന്ദി ഹിൽസിന്റെ മറ്റു കാഴ്ചകളിലേക്ക് പോവാണ്. ഇവിടെ ഒരു പാറയും കാര്യങ്ങളും ഇവിടെ ഏതാണ്ട് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നിർമ്മിതിയൊക്കെ ഉണ്ട്. പിന്നെ മുകളിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും കയറുന്നില്ല. ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വഴി പോകുമ്പോഴാണ് കേട്ടോ നമ്മൾ ടെമ്പിള്, സൺസെറ്റ് പോയിന്റ്, സൗത്ത് വ്യൂ പോയിന്റ് കേട്ടോ. നന്ദി ഹിൽസ് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകണമെങ്കിൽ ആർക്കെങ്കിലും ഒരു ലെറ്റർ അയക്കായിരുന്നു. നമ്മുടെ പോസ്റ്റ് പെട്ടിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈവനിങ് നന്ദി ഹിൽസിൽ വരുവാണെങ്കിൽ പോകുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ സൺറൈസ് പോയിൻ്റാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ സൺസെറ്റ് പോയിൻ്റാണ് കേട്ടോ. ഈവനിങ് ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ടെമ്പിളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. നമ്മൾ ഇറങ്ങി പോകുന്ന വഴി ഇവിടെയാണ്. അതുവഴി പോകുമ്പോഴേക്ക് നമുക്ക് എന്നാ പറയുന്നത് ടെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇതുവഴി, ഈ അമ്പലത്തിന് ഇതുവഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. രക്ഷയില്ലാത്തൊരു ക്രൗഡാണ്. നമ്മുടെ ഈ പുറകെ കാണുന്ന കേട്ടോ സൺസെറ്റ് പോയിന്റ് കേട്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം ഇപ്പോൾ തന്നെ ക്രൗഡുണ്ട്. രാവിലെ അത്രയ്ക്ക് ട്രാഫിക്കാണ്. 4 മണിക്ക് നമ്മൾ മാപ്പ് നോക്കുമ്പോൾ ട്രാഫിക്കായിരുന്നു. അതുപോലെ വീക്കെൻഡുകളിൽ ആളുകൾ എത്തുന്ന ഒരു മനോഹരമായ സ്ഥലം കേട്ടോ.
ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ആ ഹിൽസിൽ നിന്നുള്ള അല്ല ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള സൺറൈസ് ആണ് കേട്ടോ. പിന്നെ ആ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ അടിപൊളി ക്ലൈമറ്റും അല്ലേ. രാവിലെ ഒരു ബൈക്കിൽ റൈഡെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. ഇവിടെ പ്രത്യേകിച്ച് പഠിക്കുന്നവർ, ഇവിടെ ഫാമിലി ആയിട്ടുള്ളവരും കപ്പിൾസ് ആയിട്ടുള്ളവരും അല്ലേ, പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. വീഡിയോ എടുത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു കേട്ടോ. ഈ കുന്ന് മൊത്തം തിരിച്ചു കയറണം. കൊള്ളാം സംഭവം, ഏതായാലും കൊള്ളാം. ബാംഗ്ലൂർ എത്തുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് കേട്ടോ. നല്ല മാങ്ങ, പേരക്ക, കത്രിക്ക എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഒരു ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നന്ദി ഹിൽസിൻ്റെ സൗന്ദര്യം തന്നെ ശരിക്കും രാവിലത്തെ സൺസെറ്റ്, അതിന് തൊട്ടടുത്തുള്ള ഈ മരങ്ങളോട് കൂടിയുള്ള ഈ ഗാർഡനാണ് കേട്ടോ. രാവിലത്തെ ഒരു മോർണിംഗ് വാക്ക് ഇവിടെ ആക്കുവാണ്. അതായത് ബാംഗ്ലൂർ പോലുള്ള വലിയ സിറ്റിയിൽ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ജോലിയുടെ ഒക്കെ കാരണമുണ്ടല്ലോ, മടുത്തിരിക്കുന്ന പിള്ളേർ അവർ ഒരു ബൈക്ക് എടുത്ത് കറങ്ങാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. അതല്ല, അത് മാത്രമല്ല കേട്ടോ, ബാംഗ്ലൂർ എത്തുന്ന നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റാണ്. റിസോർട്ടിൽ താമസിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി കയറ്റിയിടാം. അതുപോലെ തന്നെ 5000 രൂപയൊക്കെയാണ് ഒരു പെർ ഡേ അതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നുണ്ടല്ലോ നമുക്ക് പ്രൈവറ്റായിട്ട് തന്നെ ഒരു ഏരിയ ഉണ്ട്. ഇത്രയും തിരക്കിനകത്ത് വിടണ്ട, നല്ല നൈസായിട്ട് രാവിലെ എഴുന്നേറ്റ് അതിമനോഹരമായ സൺറൈസ് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ സൺസെറ്റ് കാണാൻ ഇച്ചിരി നടത്താൻ അവിടെ തന്നെ പോകണം അല്ലേടാ. സൺറൈസ് മനോഹരമായിട്ട് റിസോർട്ടിൽ താമസിച്ചാൽ കാണാൻ പറ്റും കേട്ടോ. 5000 രൂപയാണ്. തലേദിവസം കൊണ്ട് കാർ കൊണ്ട് വിടുക, താമസിക്കാം, രാവിലത്തെ സൺറൈസ് കണ്ടിട്ട് തിരിച്ചു പോകാം. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പക്ഷേ അതിലൊക്കെ രസമാണെന്നറിയാം അല്ലടാ, രാവിലെ വണ്ടി ഓടിച്ച് വന്നിട്ട് അല്ലേ ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ. നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്കുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ഏറുമാടോ അതുപോലത്തെ സെറ്റപ്പിൽ ആണല്ലേ. അത് മാറ്റി ഇപ്പം നല്ല ഇരുമ്പിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏറുമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വിശാലമായിട്ടുള്ള വലിയ മരങ്ങളും യൂക്കാലി മരങ്ങളുടെ ഒരു ഭംഗിയാണ് ഇവിടെ എടുത്ത് പറയേണ്ടത്. അതിൻ്റെ സ്മെല്ലും ഉണ്ട് അല്ലേ. എന്നാൽ താഴെ കാണുന്ന ട്രാഫിക് കണ്ടില്ലേ, നമ്മുടെ നന്ദി ഹിൽസിലേക്ക് വന്ന ആൾക്കാരുടെ വാഹനത്തിൻ്റെ തിരക്കാണ് കേട്ടോ. അതായത് തന്നെ രാവിലത്തെ ആ സൺറൈസ് കാണാനാണ് കൂടുതലായിട്ടും ആൾക്കാരെത്തുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ആൾക്കാരൊക്കെ പോവാണ്. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നിങ്ങൾ വന്നിട്ട് കാര്യം, ഒന്നെങ്കിൽ സൺറൈസ് കാണാൻ വരണം, അല്ലെങ്കിൽ സൺസെറ്റ് കാണാൻ വരണം കേട്ടോ. അതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ഹില്ല് മാത്രമാണത്, ഒരു ഹിൽ വ്യൂ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ രാവിലത്തെ ആ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വന്നിട്ട് കിട്ടുന്ന ഒരു കാഴ്ചയും ആ ഒരു ഫീലിങ്ങും ഒന്നും പറയാൻ കേട്ടോ. ഇതുണ്ടല്ലേ എന്നാ തിരക്കാന്ന് നോക്കിയാൽ താഴെ വമ്പൻ തിരക്ക്. പക്ഷേ ഇതൊക്കെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര തിരക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ശാന്തമാണ്. ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടതാണ്. ചേട്ടാ നാട്ടിലെവിടെയാ? നാട്ടിക്കൊല്ലം. നന്ദി ഹിൽസ് ഇഷ്ടപ്പെട്ടോ മോളെ? സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ട്? സണ്ണ് കണ്ടോ? ഓക്കെ. പേരെന്നാ? അമ്മയ. മോളുടെ? പൊന്നു. അടിപൊളി. ഓക്കെ ചേച്ചി. അതിവിശാലമായിട്ടൊരു കുളമുണ്ട് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ. പണ്ട് കാലത്തെ കോട്ടകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ മലമുകളിലൊക്കെ ഇതുപോലത്തെ കുളങ്ങളുള്ളതാണ്. പക്ഷേ റീസെൻ്റായിട്ട് അവർ ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അമൃത സരോവർ. നന്ദി ഹിൽസിലെ മറ്റൊരു കാഴ്ചയാണ് കേട്ടോ ടിപ്പു സുൽത്താൻ്റെ ഈ ചെറിയ സമ്മർ പാലസ് കേട്ടോ. അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. വളരെ വലിയ ഒരു കൊട്ടാരങ്ങളോ വലിയ സംഭവങ്ങളോ ഒന്നുമില്ല, വളരെ ചെറിയൊരു സമ്മർ പാലസാണ്. ഇപ്പോൾ അവന് അതിൻ്റെ ബാക്കി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഇരിപ്പിടങ്ങളും ഒരു ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതാണല്ലോ ഒരു മനോഹരമായിട്ടുള്ള നിർമ്മിതി തന്നെയാണ് കേട്ടോ അത്. അതാണ് കോട്ടയുടെ വാതിലിലൂടെ നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ.
ഈ റോയൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്കൂട്ടർ റെൻ്റാണ് കേട്ടോ. നമുക്ക് ബാംഗ്ലൂർ റെൻ്റേ ബൈക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. താഴേക്ക് പോകുന്ന വഴിക്കുന്ന ക്ലച്ച് കത്തിയ മണം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. മേളിൽ ചെല്ലുന്ന കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയർ കിട്ടും. അതാണ് കേട്ടോ നമ്മുടെ മുന്നിൽ കാണുന്ന കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല, മൊത്തം ഇരുട്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കയറ്റോ വളവൊന്നുമല്ല, നല്ലൊരു വളവാണ്. ഹെയർ പിന്നും കയറിയിട്ടാണ് ഇതേണ്ട എൻട്രൻസിലേക്ക് എത്തുന്നത് കേട്ടോ. താഴേന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ട്രാഫിക് കൂടെ ആകുമ്പോൾ ശരിക്കും പെട്ടുപോകും. നല്ലൊരു കയറ്റവും ഒരു ഹെയർ പിന്നും കേട്ടോ. അപ്പോൾ നന്ദി ഹിൽസിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ വേണ്ടേ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴി ഭയങ്കര രസമാണ്. അതായത് നമ്മൾ വരുന്ന വഴി തന്നെ രാവിലെ നമ്മൾ വരുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ ഗംഭീരമായ എത്ര ഹെയർ പിൻ ഉണ്ടെന്ന് അറിയത്തില്ല. 39 ആണോ? 39 ഹെയർ പിൻ ഉണ്ട് കേട്ടോ. ഒരു വമ്പൻ റൈഡേഴ്സ് ടീം ആട്ടോ. ഹായ് ഓൾ, ഇവിടെയാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ ഉണ്ടല്ലോ വമ്പൻ ട്രാഫിക്. ഇപ്പോൾ ഒന്നുമില്ല. ഇവിടുന്ന് കിടക്കുന്ന റൂട്ടാണ് നന്ദി ഹിൽസിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ട് കേട്ടോ. ഭയങ്കര രസമാണ്. യൂക്കാലിപ്സ് മരമാണ് രണ്ട് സൈഡിലും. അതിന് സൈഡിലൂടെ നമുക്ക് തിരിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പോകുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പം അടിപൊളിയായിരിക്കും കേട്ടോ. നന്ദി ഹിൽസിൽ നിന്ന് വരുന്ന വഴിക്കുണ്ടല്ലോ അതാണ്ട് ഫ്രഷ് തേന് കിട്ടുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. പലരും വീഡിയോ ചെയ്ത ഒരു സാധനമാണ്. നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അതിന് ഓപ്പോസിറ്റായിട്ട് വേണ്ട മുന്തിരിപ്പാടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പണ്ട് ആർക്കും വേണ്ടാത്ത കമ്പിളി നാരങ്ങ. ഇതിൻ്റെ വില എത്രടാ? 120. മറ്റേ ചുമല്ല നാരങ്ങ കേട്ടോ, കമ്പിളി നാരങ്ങ. ഇതിൻ്റെ വില 120 കേട്ടോ. അപ്പോൾ നന്ദി ഹിൽസിൻ്റെ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ബാംഗ്ലൂർ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു മനോഹരമായ സ്ഥലമാണ്. കിട്ടിലൊരു സൺറൈസും കാഴ്ചകളൊക്കെ അടങ്ങിയ അടിപൊളി സ്ഥലം. അങ്ങോട്ട് പോകുന്ന യാത്രയാണ് ഏറ്റവും സൂപ്പർ. ബൈക്കിൽ പോകണമെന്നാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അല്ലേ മറ്റൊരു എപ്പിസോഡും മറ്റൊരു കാഴ്ചയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. വീണ്ടും കാണാം. ബൈ ബൈ.